ഗ്രാമപഞ്ചായത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ ബോർഡുകളും പോസ്റ്ററുകളും വ്യാപകമായി നശിപ്പിച്ച നിലയിൽ. അണമുഖം വാർഡിലെ NT ശീലകുമാരിയുടെ 8ഓളം ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളുമാണ് നശിപ്പിക്കപ്പെട്ടത്. മാരായമുട്ട് പോലീസിൽ പരാതി നൽകി. അതിക്രമത്തിനു പിന്നിൽ കോൺഗ്രസ് ആണെന്നും മാരായമുട്ടത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ശ്രമമെന്നും CPM ലോക്കൽ സെക്രട്ടറി J രാജൻ പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ ശക്തികേന്ദ്രങ്ങളാണ് മാരായമുട്ടവും പരിസര പ്രദേശങ്ങളും. മാരായമുട്ടവും സമീപത്തെ 4 വാർഡുകളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പമാണ് നിന്നത്. ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ഇക്കുറിയും പരാജയഭീതി പൂണ്ട കോൺഗ്രസാണ് LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ സാമഗ്രികൾ വ്യാപകമായി നശിപ്പിച്ചതെന്ന് CPIM ലോക്കൽ സെക്രട്ടറി J രാജൻ പറഞ്ഞു. ഈ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ പിന്നിൽ അണിനിരക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പക്ഷേ പരാജയ ഭീതി പൂണ്ട രാഷ്ട്രീയ എതിരാളികൾ സാമൂഹിക വിരുദ്ധ ശക്തികളോടുകൂടി പൈസയും മദ്യമവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വ്യാപകമായി ഇടതുപക്ഷത്തിന് എതിരെ മറ്റൊന്നും ചെയ്യാനില്ല, ഇതേപോലെ ഈ പോസ്റ്റർ, ബോർഡുകൾ ഇതിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. നേരത്തെ നിരന്തരം രാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിന്നിരുന്ന മാരായമുട്ടത്ത് 2016-ൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്നത്. ഇത് തകർക്കാനാണ് സാമൂഹ്യവിരുദ്ധരുടെ ശ്രമമെന്നും CPIM വിമർശിച്ചു. സംഭവത്തിൽ മാരായമുട്ടം പോലീസിൽ LDF പരാതി നൽകിയിട്ടുണ്ട്. കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് ആവശ്യം. അക്രമത്തിനെതിരെ വ്യാപക പ്രതിഷേധമാണ് പ്രദേശത്ത് ഉയരുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.